മോളെ മനസ്സിലാവും. അമ്മമാർക്കേ മക്കളുടെ മനസ്സ് തിരിച്ചറിയാൻ പറ്റൂ. ആർക്കും ആരെയും ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പ. കൂടെ പറയണത് ഇഷ്ടമാവുന്നില്ലെങ്കിൽ ഞാൻ പോവാം. എനിക്കെന്തോ കുട്ടിയെ ഓർത്തിട്ട് കിടന്നുറങ്ങാൻ തോന്നിയില്ല. നമ്മുടെ കണ്ണു നിറയുമ്പോ സ്നേഹത്തോടെ കണ്ണീര് തുടച്ചു തരാൻ ഒരാളുണ്ടെങ്കിൽ കണ്ണു നിറഞ്ഞതിന്റെ കാരണം നമ്മൾ മറന്നുപോകും. പക്ഷെ അങ്ങനെ ഒരാളില്ലെങ്കിൽ എന്താ ലക്ഷ്മിയെ കണ്ടപ്പോ ലീലയെ വേണ്ടാന്ന് വെച്ചോ? നീ തിരിച്ചയക്കാൻ നോക്കിയ ആളല്ലേ? ലക്ഷ്മിയുടെ ചില രീതികൾ കാണുമ്പോ എനിക്ക് എന്റെ ഭാഗ്യലക്ഷ്മിയെ ഓർമ്മ വരുന്നത്. ഇവൾ ലക്ഷ്മിയല്ല അന്നി, മഹാലക്ഷ്മിയാണ്. എന്താപ്പാ മോനെ, എത്രയും പെട്ടെന്ന് നിന്റെ അമ്മേനെ ഇവിടുന്ന് പറഞ്ഞയക്കണം. അത് നടക്കില്ല. എങ്ങനെങ്കിലും പറഞ്ഞയച്ചാ പറ്റൂ. അപ്പനെ അവളുടെ അടുത്ത് നിർത്തിയിട്ട് അമ്മ പോകുന്നു തോന്നണ്ട. എങ്കിൽ ഞാൻ ഇവിടുന്ന് പോവാം. അതെന്താ? കാപ്പി കുടിച്ചിട്ട് പോയാ മതി. അപ്പന്റെ ലവർ വിളിക്കുന്ന ചെല്ലി. മോനെ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയില്ലെങ്കിൽ ഈ അപ്പന്റെയും നിന്റെ അമ്മയുടെയും കല്യാണം നിനക്ക് കാണേണ്ടി വരും. അതാണ് എന്റെ തലവരെയെങ്കിൽ അത് JCB വെച്ച് മാന്തിയാലും മായൂല്ലോ. അപ്പൻ ടെൻഷൻ അടിക്കാതിരിക്കേ. ഞാൻ ഇപ്പൊ തന്നെ അമ്മയോട് സംസാരിക്കാൻ പോവാ. ഒന്നില്ലെങ്കിൽ അമ്മയുടെ തെറ്റിദ്ധാരണ മാറണം, അതല്ലെങ്കിൽ നമുക്ക് എല്ലാ സത്യവും തുറന്നു പറഞ്ഞ് ഇവിടെ നിറങ്ങാം. അത് പിന്നെ ഞാൻ കാരണം അപ്പന്റെ അമ്മയുടെ സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. ആദി, ആരും അറിയാതെ നീ ലക്ഷ്മിയോട് സംസാരിച്ചാ മതി. അറിയട്ടെ, അറിഞ്ഞാലെന്താ? സ്വസ്ഥമായൊരു ജീവിതം ഇല്ലെങ്കിൽ തൊഴിലും കാശും ഉണ്ടായിട്ട് എന്താപ്പാ കാര്യം? മോനെ അപ്പാ, ഈ ചുറ്റുമതിലിനുള്ളിൽ അവസാനിക്കാനുള്ളതല്ല നമ്മുടെ ലോകം. എന്നാലും അപ്പൻ ടെൻഷൻ അടിക്കാതിരിക്കാൻ നോക്കട്ടെ. ലക്ഷ്മി അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഒന്നും ചിന്തിക്കാതെ ആദിയെ പോലെ റാണിന്റെ മുഖത്ത് തല്ലാൻ മാത്രം ധാഷ്ട്യമുള്ള പെണ്ണാ ഞാനെന്ന്? ഇന്നലെ രാത്രി ആദിയോട് സോറി പറയണമെന്ന് പലതവണ വിചാരിച്ചതാ. പക്ഷെ പറഞ്ഞില്ല. പറയാത്തൊരിഷ്ടം മനസ്സിലെവിടെ ഉള്ളതുകൊണ്ടായിരിക്കാം. ഇഷ്ടപ്പെടുന്ന ഒരാളെ അത്തരമൊരു സാഹചര്യത്തിൽ കണ്ട ആരും നിയന്ത്രണം വിട്ടു പോവില്ലേ? തീർച്ചയായിട്ടും പോവും. എന്തായി മോനെ, സംസാരിച്ചോ? അപ്പാ, ഇവിടെ ഒരുപാട് കല്യാണങ്ങൾ നടക്കും. നീ ടെൻഷൻ അടിപ്പിയാതെ കാര്യം പറ. അപ്പം ധൈര്യമായിട്ട് ടെൻഷൻ അടിച്ചോ. ടെക്നോളജിയുടെ ഒരു പോക്കേ. എന്റെ കാര്യവും പോക്ക. ഈ വിളി പ്രതീക്ഷിച്ച് ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു എന്റെ മോളെ. പറയൂ മാഡം. ചൂണ്ടയിൽ കൊത്തുമീനെ അങ്ങോട്ട്. ഈ മീനുകൾക്കൊന്നും ഒരു നാണമില്ല. അതങ്ങനെ കുളിസിയും കണ്ട് വളരുന്ന മീനുകളല്ലേ? പത്രമൊക്കെ പിന്നെ വായിക്കാം. എന്റെ കൂടെ വന്നേ. എന്താ? ഞാൻ വേറിട്ടൊരു കാഴ്ച കാണിച്ചു തരാം. ഒന്ന് വാ. വേറിട്ട് കാഴ്ചയോ? ഇനിയിപ്പോ കുളിസിയിലെങ്ങാനും ആണോ? ഏയ്, അതിപ്പോ അമ്മാവനെ കൊണ്ടുപോയി കാണിക്കൂ. എന്തായാലും ഇവിടെ കിടക്കട്ടെ, ഞാൻ നോക്കിയിട്ട് വരാം. ഇങ്ങോട്ട് വന്നേ. പറയാ കണ്ടോ? എന്റെ ചന്ദ്രപതിയുടെ പ്രാർത്ഥനയുടെ ഫലമാ. എന്ത് മിന്നു ദോശ ഇടുന്നതാ? ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവൻ മുട്ടിറക്കി എന്റെ മുട്ട മുഴുവൻ നീരാകളിയ. മുട്ടിറക്കാ പിന്നെ മുട്ടിനല്ലാതെ പെടലിക്ക് നീര് വരൂ. പ്രാർത്ഥന ഫലിച്ചു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദോശ. ലക്ഷ്മി വന്നതിന് ശേഷമാണ് മിന്നുമോൾക്ക് ഈ മാറ്റം.
എല്ലാം വേസ്റ്റ് ആയി. ദോശമാവ്. ഹായ്, നല്ല മുശുക്ക് മണം. നീ എന്റെ തേപ്പൊട്ടി കൊണ്ട് കയറ്റം കയറാം. ഒന്ന് വേഗം തയ്ക്കടാ. നിന്റെ മാനേജർ ഇപ്പൊ ഒരുങ്ങി വരും. സ്വന്തം അപ്പനാണ് ഡ്രൈവർന്ന് പോലും വിചാരമില്ലാത്ത മരക്കഴുത. ആണ് സഖി ഞാൻ വെറുമൊരു നീ ഇവിടെ പൊട്ടനാന്നുള്ള കാര്യം മറക്കണ്ടാട്ടാ. പൊട്ടന്മാർക്ക് സംസാരിക്കാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ. പാടാലോ. പാടാത്ത പൊട്ടനും പാടൂ, പാടാത്ത അയ്യോ പൊട്ടനാണേലും നല്ല താളമുണ്ട്. സാറിന്റെ ഇവിടെ അല്ല, ആന്റിക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ? കൊതുകിന്റെ ശല്യം? അതിനത് കൊച്ചിയല്ലല്ലോ, കൊട്ടാരല്ലേ. വെറുതെ അല്ല ആ ലീല നിന്റെ വലയിൽ വീണത്. കോമഡി പറയുന്നവരെ ഐശ്വര്യ റോയ്ക്ക് വരെ ഇഷ്ടാവട്ടോ. സത്യമായിട്ട് സാറ് ഞാൻ താനൊന്നും പറയണ്ട. ഇന്ന പ്രായത്തിലെ പ്രേമിക്കാവുള്ളെന്ന് ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഈ പ്രണയം എന്ന് പറയണത് വാർദ്ധക്യം ബാധിക്കാത്ത ഒരു വികാരമാണല്ലോ. സത്യം പറഞ്ഞാൽ ഞാനും ഇപ്പൊ അത്തരത്തിലൊരു ഒരു ഒരു ഇതിലാണ്. അതേന്ന് മറ്റാരുമല്ല, ലക്ഷ്മി. ലക്ഷ്മിക്ക് മിന്നുമോളോടുള്ള സ്നേഹം കാണുമ്പോ അവക്ക് അവളുടെ അമ്മയെ തിരിച്ചു കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നു. അതെ, തൽക്കാലം ഇത് മറ്റാരും അറിയണ്ട. ആന്റണി മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ ഇപ്പോ ഈ കാര്യം എന്നോട് മാത്രല്ലേ പറയാൻ പറ്റുള്ളൂ. അതെ, എന്നോട് തന്നെ പറയണം. റൈറ്റ്. നമുക്കേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. സമയമാകുമ്പോ ആന്റണി തന്നെ ലക്ഷ്മിയോടൊന്ന് സംസാരിക്കണം. ലക്ഷ്മിയോട് ഞാൻ പറയണം. എനിക്ക് നേരിട്ട് പറയാൻ ഒരു ഇതല്ലേ അതുണ്ടാവും. സ്വർഗത്തേക്കാൾ സുന്ദരം എന്റെ കർത്താവേ. ആന്യ വല്ലതും പറഞ്ഞു കാണുമോ? ചായ കൊണ്ട് വരുന്നുണ്ട്. ഇനി എങ്ങനെ ഫേസ് ചെയ്യും? എവിടെയാ തുടങ്ങേണ്ടത്? നിന്നോട് ഞാൻ ചായ ചോദിച്ചില്ലല്ലോ. അവളൊരു ചായ കൊണ്ടുവന്നു.